ഹലോ. അപ്പൊ നമ്മയും തയ്ച്ചു ഒരു മോഡൽ സിറ്റ് കുർത്ത. കണ്ടോ? അടിപൊളിയല്ലേ? ഇതിന്റെ കളർ കണ്ടപ്പോ എല്ലാരും ചോദിക്കണ്ടായിട്ട് ചേച്ചിരിക്കുന്ന തുണിക്കൊക്കെ നല്ല കളറാണല്ലോന്ന്. ഇത് എന്റെ ബർത്ത്ഡേക്ക് എന്റെ മോള് എനിക്ക് ഒരു 3-4 നൈറ്റി ബിറ്റ് എടുത്തു തന്നതാണ്. അമ്മയ്ക്ക് തയ്ക്കാനുള്ളതല്ലേ, വീഡിയോ ഇടാൻ വേണ്ടി, അതാണ് നല്ലതെന്നും പറഞ്ഞ് അവള് എടുത്ത് തന്നതാണ് കേട്ടോ. അതിലൊരു മഞ്ഞ ഞാൻ ഫ്രോക്ക് നൈറ്റ് തയ്ച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് തയ്ച്ചു. ഇനി എന്റെ 2 കൂടി അതും കൂടെ എന്തായാലും തയ്ക്കണം. അപ്പൊ ഒരു നൈറ്റ് തയ്ക്കണം. അപ്പൊ നൈറ്റ് മോഡൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടണം. അപ്പൊ ഇത് വലിയ പണിയൊന്നും അല്ലാണ്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സന്തോഷമായിട്ട് ചെയ്യാനും വേഗം ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു പരിപാടി തന്നെയാണ്. വലിയ പണിയൊന്നുമില്ല. ചുരിദാർ തയ്ക്കണം പണി പോലും ഇല്ല, അതാണ് സത്യം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പൊ നമ്മളെ ഒരു സംഭവമൊക്കെ വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായില്ല. അപ്പൊ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ നെക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൻ്റെയൊക്കെ നെക്കൊക്കെ കട്ട് ചെയ്യണ വീഡിയോ ഒക്കെ നമ്മൾ പലതും ഇട്ടതാണ്, അതുകൊണ്ടാണ് അത് എടുക്കാനത്. ഇനി ഇതിനിങ്ങനെ മറിച്ച് വെച്ചിട്ട് നമ്മുടെ ഈ നെക്ക അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് അടിച്ച് നമുക്ക് എടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് അടിച്ചെടുക്കാം. കണ്ടോ? കറക്റ്റിന് ഞാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ? അതുപോലെയാണ് ഞാൻ വെട്ടിയെടുത്തേക്കണത്. ഇനി ഇപ്പം ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് വരാം. അത് ഫ്രണ്ടും ബാക്കും അങ്ങനെ തന്നെ. ബാക്കിനെ ഞാൻ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു കട്ടിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായി, അതൊന്ന് കണ്ടാൽ മതി. ഇതിൻ്റെ 3 വശം ഒന്ന് ചെറുതായിട്ട് മടക്കി അടിച്ചതിന് ശേഷം ഇതിൻ്റെയും ബാക്കിൽ വെച്ചിട്ട് നല്ല വശത്തോട്ട് വെക്കുക. എന്നിട്ട് ചുറ്റിനും ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അരയിഞ്ച് താഴ്ത്തി അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതെ നമ്മളപ്പോൾ ഷോൾഡറൊക്കെ കൂട്ടിയെടുത്തു. കൈയോടെ ഞാനത് ഹെമ്മിങ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തേച്ചെടുത്താൽ മതി. ബാക്ക് ഞാൻ തേച്ചിട്ടില്ല കേട്ടോ. കണ്ടോ? ബാക്ക് തേച്ച് കഴിയുമ്പോൾ ബാക്കും ഭംഗിയാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടല്ലേ, ആ തയ്യൽ തുമ്പ് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം കേട്ടോ നമുക്ക്. അപ്പം ഞാൻ ആ 2 ഇഞ്ച് കഴിഞ്ഞുള്ള ബാക്കി ഭാഗം അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2ആക്കി മടക്കി എടുക്കുക. നിങ്ങൾ 2 ഇഞ്ച് നിങ്ങൾ തയ്യൽ തുമ്പിട്ടത് കാണാതെ തന്നെ ഇപ്പൊ കണ്ടിട്ടുണ്ടെന്ന് വെച്ചോ. ഇനി അങ്ങനെ പറ്റിയില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വണ്ണം ഉണ്ടല്ലോ, എത്രയായിരുന്നു? 9 ആയിരുന്നു. ആ 9 ഒന്നിങ്ങാട് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പിന്റെ വണ്ണം കിട്ടി. അത് അപ്പുറം ഇപ്പുറം ഒന്ന് അടയാളപ്പെടുത്തി എടുത്താൽ മതി. ബാക്കി തയ്യൽ തുമ്പ് നമുക്ക് കിട്ടിക്കോളും. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ നടുക്ക് കണ്ടൊരു കട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അത് വേണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരറ്റത്തും തുടങ്ങാനേ ഉള്ളൂ. അപ്പൊ സ്ലീവ് നമുക്ക് പിന്നെ പിടിപ്പിക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് സ്ലീവ് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ യോക്ക് കഴിഞ്ഞിട്ട് താഴത്തേക്കുള്ള പീസ് ഉണ്ടല്ലോ, അതെടുക്കുക. അതെടുത്ത് കഴിഞ്ഞ് നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ടില്ലേ, അതുവരെ പ്ലെയിൻ അടിക്കുക. അതിനുശേഷം ചെറിയ ചെറിയ ഫ്ലീറ്റൊക്കെ എടുത്ത് ഇതുപോലെ എങ്ങനെയാണ് കിട്ടണ അറ്റം വരെ അതുപോലെ അകലത്തിലാണെങ്കിൽ അകലത്തിൽ അടുപ്പിച്ച് കിട്ടുമെങ്കിൽ അങ്ങനെ. അപ്പൊ 2 ഇഞ്ച് കഴിഞ്ഞുള്ള ബാക്കി എല്ലാ വശത്തും നമുക്ക് ഇതുപോലെ ഇവിടെ ഫ്ലീറ്റ് ഇട്ട് എടുക്കണം 2 വശത്തും. അപ്പൊ ഞാനൊന്ന് ഫ്ലീറ്റ് ഇട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് ഫ്ലീറ്റൊക്കെ നമ്മൾ അടിച്ചെടുത്തട്ടോ. 2 വശത്ത് അടിക്കുകയും ചെയ്തു. ഫ്ലീറ്റ് ആവശ്യം പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞ് ഫ്ലീറ്റാണ് കിട്ടിയത്. അതുപോലെ 2 വശത്തും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് പതിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് പിടിപ്പിക്കാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ സ്ലീവ് ഇപ്പം നല്ല ഇറക്കമുണ്ട് ഇതിന്. എന്നാലും 2 പീസും ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആവശ്യമുള്ളത് അങ്ങോട്ട് 2 തുമ്പ് ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റണേ കേട്ടോ. വി പോലെയാണ് കേട്ടോ ചെയ്യണത്. കണ്ടോ? നമുക്കിതൊന്ന് വിടർത്തിയെടുത്തതിന് ശേഷം, അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു കൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് അടിച്ചിങ്ങനെ എടുക്കാം നമുക്ക് 2 സ്ലീവിൻ്റെ. അപ്പം സ്ലീവ് നമ്മൾ അതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? നല്ല ഭംഗിക്ക് തന്നെ അത് അടിച്ചെടുത്തിട്ടുണ്ട്. വി പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു ചെറിയ കട്ട് അവിടെ ഇട്ട് കൊടുക്കണം. ആ വീയുടെ തുമ്പ് വരെ, അതായത് ഇതുമ്മ കൊള്ളാണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചെടുക്കാം.
അപ്പം മറിച്ചെടുത്തിട്ട് പതിച്ചടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി തീർന്ന് ആണ് ഞാനിത് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പതിച്ചടിച്ചെടുക്കണം. അപ്പോൾ പതിച്ചടിച്ചും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ലീവിൻ്റെ ഈ താഴത്തെ പരിപാടി അങ്ങനെ തീരും. അപ്പം ഞാനിതൊന്ന് പതിച്ചടിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ സ്ലീവിൻ്റെ അടിഭാഗം അടിച്ചൊക്കെ എടുത്തട്ടോ, കണ്ടോ. അപ്പം രണ്ടിൻ്റെ അടിച്ചെടുത്തിട്ടുണ്ട്, പതിച്ചൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് സ്ലീവിലോട്ട് വെക്കണേണ്. സ്ലീവിലോട്ട് വെക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആം ഹോൾ കുഴിച്ചു വെട്ടിയ ഭാഗം ഉണ്ടല്ലോ അതിലേക്ക് വെക്കണം. അത് അപ്പം അങ്ങനെ നോക്കിയിട്ട് വേണം വെക്കാൻ. അപ്പം നമ്മളതിന് ഒരു പാടിട്ട് കൊടുത്തിട്ടുണ്ട്. ആം ഹോൾ കുഴിച്ചു വെട്ടിയതിൻ്റെ ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ആം ഹോളും ബാക്ക് സ്ലീവിൻ്റെ ആം ഹോളും കൂടി കുഴിച്ചു വെട്ടിയ ഒരു കട്ട് ഇവിടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിനും രണ്ട് സ്ലീവിൻ്റെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഈ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ സ്ലീവും റെഡിയാക്കി എടുത്താട്ടാ. സ്ലീവൊക്കെ പിടിപ്പിച്ചു, രണ്ട് സൈഡേയും സ്ലീവ് പിടിപ്പിച്ചു. ഇനി നമുക്ക് ചെയ്യാറുള്ളത് നമ്മുടെ സ്ലീവ് തുടങ്ങിയുള്ള ഈ ഭാഗങ്ങൾ താഴേക്ക്, അതായത് നമ്മുടെ സ്ലിറ്റ് ഉണ്ടല്ലോ, നമുക്കിതൊരു സ്ലിറ്റ് അടിക്കണം കേട്ടോ. ഇത് സ്ലിറ്റ് ഉള്ളതാണ് ഇതിന്. അവിടം വരെ നല്ല കറക്റ്റായിട്ടൊന്ന് പിടിക്കുക കണ്ടോ. അപ്പോൾ പിടിച്ചതിന് ശേഷം നമ്മുടെ അടയാളങ്ങളുണ്ടല്ലോ, 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവിടേക്ക്. അതായത് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഈ കൈ ഒപ്പോരിക്കണം, കൈയുടെ അടിവശം സ്ലീവിൻ്റെ കശക്കുഴി ഒപ്പോരിക്കണം. അതുപോലെ നമ്മുടെ ഇവിടെ യോക്ക് ഭാഗം ഒപ്പോണമെന്ന് നോക്കണം കണ്ട. ഇനി ഞാൻ പറയാം കേട്ടോ, എൻ്റെ യോക്ക് ഭാഗം ഒപ്പമല്ല, ഒരെണ്ണം കയറി ഒരെണ്ണം ഇറങ്ങിയാണ്. അതായത് ഒരു 4 ഇഞ്ച് ഒരെണ്ണം കയറി 4 ഇഞ്ച് ഒരെണ്ണം ഇറങ്ങിയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നമ്മുടെ ഈ കണ്ട സ്ലീവിൻ്റെ ഇവിടുത്തെ കശക്കുഴിയില്ലേ അവിടേക്ക് അതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതെ അടിക്കേണ്ട വശം ഞാൻ ഒരു 4 ഇഞ്ച് ഒന്ന് ഇതുപോലേക്ക് അടയ്ക്കണം. അധികം വേണ്ട, നമ്മുടെ ആ തയ്യൽ തുമ്പ ഇട്ടേക്കണില്ലേ 2 ഇഞ്ച് അവിടെ നിന്ന് വര അടിച്ചാൽ മതി കേട്ടോ, വേറെ അടിക്കേണ്ട. അപ്പോൾ ഇവിടെ ഒപ്പമല്ല, അതൊന്നും ഞാൻ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലിറ്റ് ഇടാനുള്ള നമ്മുടെ സ്ലിറ്റിൻ്റെ ഇറക്കം അറിയണ്ടേ. അപ്പം എനിക്ക് 19.5 ഇഞ്ചാണ്. അത് ഞാൻ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കാനുണ്ട് കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 19.5 ഇഞ്ച് ഞാൻ ഇവിടേക്ക് ഒന്ന് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് വെക്കണുണ്ട് കേട്ടോ. അപ്പം ഞാൻ 19.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തയ്യൽ തുമ്പൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ടേക്കണത്. ആ 2 ഇഞ്ച് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചിട്ട് താഴേക്ക് വരുമ്പോൾ, അതായത് 2 അടിയിലെ മുകളിലത്തെ പീസ് ഒപ്പം പിടിക്കുക കേട്ടോ. ഒപ്പം പിടിച്ചതിന് ശേഷം നല്ല കറക്റ്റിന് ഒപ്പം വയ്ക്കുക. അതിന് ശേഷം താഴേക്ക് വരുമ്പോൾ നമുക്ക് 1 ഇഞ്ച് മതി. കാരണം 1 ഇഞ്ച് നമ്മൾ സ്ലിറ്റ് ഇടണുണ്ടല്ലോ നമ്മ, കണ്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് 2 ഇഞ്ചാണെങ്കിൽ കണ്ടോ, എനിക്കിത് ഇവിടെ 9.5 ഒരു വ്യത്യാസം ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുകയും വേണം കേട്ടോ, കാരണം ഞാനത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കണ്ട അതും കൂടി ആക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ്. ഇനി ഇവിടെയാണ് നമ്മുടെ സ്ലിറ്റ് വന്ന ഈ ഒരു വര നമ്മൾ 2 വശത്തും വരച്ചിട്ട് നമുക്ക് സ്ലീവിൻ്റെ അറ്റം തുടങ്ങി ഇതുപോലെ കൊണ്ടുവന്ന് സ്ലിറ്റ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ എല്ലാ പണിയും അങ്ങനെ അങ്ങോട്ട് കഴിച്ചെടുത്തോട്ടോ. സിമ്പിളാണ്ട് ഇത്, വലിയ പണിയൊന്നുമില്ല. ആദ്യമായിട്ട് ചെയ്യണ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ അതെ ഇതുപോലെ പക്കടിച്ചു. പിന്നെ നമ്മൾ താഴേക്ക് ആ സ്ലിറ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ലിറ്റ് അടിക്കണ വീഡിയോ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, അതറിയാമല്ലോ, എല്ലാവരും ചെയ്ത് കണ്ടൊക്കെ അറിയാവുന്നൊരു കാര്യമല്ലേ. അപ്പം നമ്മുടെ സംഭവം റെഡി ആയിട്ടോ. അപ്പം നല്ല പക്കയാണേ, ഞാൻ ഇട്ട് നോക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നിങ്ങൾക്കോ? അപ്പോൾ നിങ്ങളൊരു പണി ചെയ്യണം, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ഒരു ഷേപ്പ് കുറവ് തോന്നി എനിക്ക്. പിന്നെ നമ്മൾ ഒരുപാട് ഷേപ്പ് ഇവിടെ നിന്ന് പിടിക്കേണ്ടി വരും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബാക്ക് വശം എടുത്തിട്ട് ഒരു 9.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി. കണ്ടോ, 2 വശത്ത് ഈ 9.5 ഇഞ്ച് ഞാൻ താഴേക്ക് ഒന്ന് അടയാളപ്പെടുത്തണുണ്ട് കേട്ടോ. അത് നമ്മുടെ ഈ നടുക്ക് ഭാഗം ഉണ്ടല്ലോ,
അവിടെ നിന്ന് നമുക്ക് ഇതാ നമ്മുടെ നടുക്ക് ഭാഗം ഏതാണെന്ന് നോക്കുക. അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ നേരെ ഒന്ന് അടയാളപ്പെടുത്താട്ടെ നടുഭാഗം. ഞാൻ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ചും ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ചും. അപ്പം അങ്ങനെ എടുത്തിട്ട് നമുക്ക് അധികം താഴേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇതേ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഈ യോക്ക് ഭാഗം വരെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഷേപ്പായിട്ട് ഇരിക്കാനാണ് ഞാനത് ചെയ്യണേ കേട്ടോ. ഓക്കെ, നമ്മുടെ ഫ്ലീറ്റ് കുർത്ത റെഡി ആയിട്ടാ. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ എല്ലാവരും? എൻ്റെ സ്ലിപ്റ്റ് കണ്ടോ? നിസ്സാരമാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയത്. ആദ്യമായിട്ടാണ് കട്ട് ചെയ്യണേന്ന് ഓർത്ത് വിഷമിക്കേണ്ട. സൂപ്പറായിട്ട് കട്ട് ചെയ്യാനും സൂപ്പറായിട്ട് തയ്ക്കാനും പറ്റും കേട്ടോ.